ഭരണമില്ലാതെ അവർക്ക് ഭരണമില്ല എന്ന് പറയുമ്പോൾ മറ്റേ മീനിനെ വെള്ളത്തിൽ നിന്ന് കരയിലിട്ട പോലെ അവർക്ക് തോന്നുന്നത്. ശ്വാസം മുട്ടുക, അവര് ശ്വാസം മുട്ടേണ്ടി വരും. ഭരണം ഇത്തവണ അവർക്കില്ലാതെ UDF-നായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയമാണ്. അടുത്തതായി എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. പ്രിയപ്പെട്ടവര്, ഞാനൊരു പ്രസംഗത്തിന് പോകുന്നില്ല, വഴി ബ്ലോക്കാണ്. ഒരു കാര്യം, കാട്ടാക്കടയുടെ വികസനത്തിന് ഇനി ബ്ലോക്ക് ഉണ്ടാവില്ല, അതിന് MR വൈദ്യു നോക്കുമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നു. പ്രഖ്യാപിച്ച താലൂക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ, അനുബന്ധ സൗകര്യങ്ങൾ 10 വർഷമായി ഇവിടെ എത്തിക്കാത്ത ആളുകളെ തീർച്ചയായിട്ടും ഈ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ കൊതിയോടെ അസൂയോടെ നോക്കിക്കാണ് ഇയാൾ ഒരു സ്പ്ലെൻഡർ എടുത്തിട്ട് റോഡിലേക്ക് അങ്ങ് ഇറങ്ങിയ ജനം അങ്ങ് ചുറ്റിനും കൂടുകയല്ലേ. ഞാൻ പറയുന്നു, ഇദ്ദേഹം MLA ആയാൽ MLA തെരഞ്ഞ് ജനങ്ങൾ വരേണ്ടി വരില്ല, ജനങ്ങളെ തെരഞ്ഞ് MLA ചെല്ലുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഒരു കാൻഡിഡേറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ആവേശം നിങ്ങൾ ബൂത്തുകളിലേക്ക് എത്തിക്കണം. എത്തിക്കോ? വോട്ടർമാരിലേക്ക് എത്തിക്കോ? ഓരോ വീട്ടിലും എത്തിക്കോ? എന്നാൽ മെയ് 4 കാട്ടാക്കടക്ക് ഒരു MLA ഉണ്ടെങ്കിൽ ആ MLA-യുടെ പേര് ഉറപ്പാണ്. പല ഡീലുമാരെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഭരണവിലാസക്കാർ. ഭരണമില്ലാതെ അവർക്ക് ഭരണമില്ല എന്ന് പറയുമ്പോൾ മറ്റേ മീനിനെ വെള്ളത്തിൽ നിന്ന് കരയിലിട്ട പോലെ അവർക്ക് തോന്നുന്നത്. ശ്വാസം മുട്ടുക, അവര് ശ്വാസം മുട്ടേണ്ടി വരും. ഭരണം ഇത്തവണ അവർക്കില്ലാതെ UDF-നായിരിക്കും എന്ന കാര്യത്തിന് ഒരു സംശയമാണ്. എല്ലാ ഡീലുകളെയും ജനങ്ങൾ പൊളിക്കും. കാരണം ജനങ്ങൾക്കൊരു ഡീലുണ്ട്, അത് UDF-ഉമായിട്ടാണ്. നമ്മൾ ജയിക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആവേശം ബൂത്തിലാണ്, വോട്ടർമാരിലേക്കാണ്, ഓരോ വീട്ടിലേക്കാണ് എത്തിക്കേണ്ടത്. ബൂത്ത് ലെവൽ വർക്കാണ് എല്ലാം. അത് നിങ്ങൾ ഏറ്റല്ലോ. അപ്പൊ മെല്ലെ ഒറ്റ കാര്യം മാത്രം പറയുന്നത്, ഈ നട്ടുച്ച വെയിലിന്, കൊള്ളുന്ന വെയിലിന് വകവയ്ക്കാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അരുവിക്കരയുടെ അടുത്ത MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന് ഏത് സർവേക്കാരൻ എന്ത് പറഞ്ഞാലും ഇത്തരമൊരു ഗവൺമെന്റ് കേരളത്തിൽ വരുമെങ്കിൽ അത് UDF-ന്റെ ഗവൺമെന്റ് വരികയുള്ളൂ. അവർക്കും അറിയാം നമ്മളാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അതിന് തടയിടാൻ ജനങ്ങൾ അവരുടെ കൂട്ടിലില്ല. കാർത്തികേയൻ സാറുടെ മണ്ഡലം, GK-യുടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണ്, UDF തിരിച്ചു പിടിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് പലതരത്തിലുള്ള വർഗീയതയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു സംശയം വേണ്ട, നമ്മളെ എതിരിടുന്നത് 2 മുന്നണിയാണ്. അത് CPM-ഉം BJP-യുടെ ഒരുമിച്ചാണെന്ന് അറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ BJP-ക്ക് സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, UDF-ന് കിട്ടുന്നതാണ്. BJP-ക്കാരുടെ മനസ്സിൽ LDF-ന് ഭരണം കിട്ടിയാലും കുഴപ്പമില്ല, കോൺഗ്രസിന് കിട്ടുന്നതാണ്. അത് കൃത്യമായി തിരിച്ചറിയണം. അവരുടെ അജണ്ടകൾ നടപ്പിലാവില്ല, അവരുടെ ഡീല് നടപ്പിലാവില്ല. കാരണം നമ്മുടെ ഡീല് ജനങ്ങളുമായിട്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് ശിവകുമാരനെ നിങ്ങൾ ചേർത്ത് നിർത്തണം. അരുവിക്കര നമ്മളെ ഇന്നും തിരിച്ചു പിടിക്കാനുള്ള അരുവിക്കര നമ്മളെ ഇന്നും. ഒരു കാര്യം ചോദിച്ചോട്ടെ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വയറ്റിലൊരു കത്രിക വെച്ച് മറക്കുക, എന്നിട്ട് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് പുറത്തെടുക്കുക, എന്നിട്ട് 3ാമതൊരു കൂടെ തെരുവോന്ന് ചോദിച്ചാൽ അരുവിക്കരക്ക് മനസ്സില്ല എന്ന് പറയുന്ന ഇദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നാട്ടിലെ KSRTC-യിൽ മുഴുവൻ വനിതകൾക്കും സൗജന്യമായ യാത്ര കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? 1000 രൂപ പെൺകുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? പെൻഷൻ 3000 ആക്കാൻ പോകുന്ന മുന്നണി ഏതാ? മുതിർന്ന തലമുറയിലെ ആളുകൾക്ക് പ്രത്യേക വകുപ്പുണ്ടാക്കാൻ പോകുന്ന മുന്നണി ഏതാ? 5 ലക്ഷം രൂപ വരെ പലിശ രഹിത വായ്പ കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? 25
ലക്ഷം രൂപ വരെ പാവങ്ങൾക്ക് ചികിത്സയ്ക്ക് ഇൻഷുറൻസ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ കൊടുക്കാൻ പോകുന്ന മുന്നണി ഏതാ? അരുവിക്കര ജയിക്കാൻ പോകുന്ന മുന്നണി ഏതാ? അരുവിക്കര ജയിക്കാൻ പോകുന്ന MLA ആരാ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ VS ശിവകുമാറിനെ ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ ഇതാ നമ്മുടെ പ്രിയങ്കരനായ ജനനായകൻ കേരളത്തിന്റെ രാജകുമാരൻ ഷാഫി പറമ്പിലിൽ അദ്ദേഹം VS ശിവകുമാറിനെ വോട്ട് ചെയ്തിട്ടുണ്ട്. പിടിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും UDF ഗവൺമെന്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അഞ്ചിന കർമ്മ പദ്ധതി ഇന്ദിര ഗ്യാരണ്ടീസ് നമ്മൾ നടപ്പിലാക്കുകയാണ്. ഷാഫി ഇവിടെ പറഞ്ഞു, അതെല്ലാം നടപ്പിലാക്കി വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. G. കാർത്തികേയന്റെ അരുവിക്കര. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ മുതൽ ഈ ജാഥയെ അനുധാവനം ചെയ്ത എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കൊന്നിച്ച് ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ ഇവിടെ എത്തിച്ചേരുമ്പോൾ കേരളത്തിലാകമാനം വരുന്ന യുവജനത ഉറ്റുനോക്കുന്ന പ്രിയങ്കരനായ നേതാവ് എന്നതിലേക്കപ്പുറം ജനാധിപത്യ മുന്നണി തകർത്തെറിഞ്ഞ കാട്ടാക്കടയുടെ വികസനത്തെ നമുക്ക് കാട്ടാക്കടയിൽ നിന്നൊരു കേരളത്തിൽ ഭരണമാറ്റമുണ്ടായി. നമ്മുടെ രാജ്യത്ത് ആകമാനം വരുന്ന നമ്മുടെ മതിയല്ലേ?